അൻവർ UDF-ലേക്ക് രാജിക്കൊരുങ്ങി കേക്കച്ചൻ. രാഹുലിനെ ഒതുക്കുവാൻ ശ്രമിച്ച കേക്കച്ചനിട്ട് ഇതാ അടുത്ത ചിമുട്ടൻ പണി. പാഷാണത്തിൽ ക്രമി അൻവർ ഒടുവിൽ ഇതാ UDF-ലേക്ക്. തൻ്റെ എതിർപ്പിനെ മറികടന്ന് രാഹുൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറെ കാണാൻ പോയി എന്നതായിരുന്നു രാഹുലിനെതിരെയുള്ള കേക്കച്ചൻ്റെ കലിപ്പിന് പല കാരണങ്ങളിൽ ഒന്ന്. ഏറ്റവും ഒടുവിലായി ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ PV അൻവറിൻ്റെ UDF പ്രവേശനം സാധ്യമാകും എന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ കോൺഗ്രസിൻ്റെ പരിതാപകരമായ അവസ്ഥ വെച്ച് അതിനെ എതിർക്കുവാനുള്ള ശേഷി ഇന്ന് കോൺഗ്രസിനില്ല. ഹൈക്കമാൻഡിൻ്റെ കമാൻഡെല്ലാം പോയി KPCC അധ്യക്ഷ സ്ഥാനത്ത് യാതൊരു പ്രജ്ഞയുമില്ലാത്ത വെറുമൊരു അരമണക്കുണ്ടനിരിക്കുന്നു. സകല വിലയും പോയി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കേക്കച്ചനും. ഇനി UDF-നെ ലീഗ് നയിക്കും എന്നതാണ് സ്ഥിതി. അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ ലീഗ് ഒപ്പമുണ്ടാവും, അല്ലെങ്കിൽ അവർ അവരുടെ പാട് നോക്കും എന്ന് വ്യക്തം. കേക്കച്ചനെയും സരിതാ ഗോപാലിനെയും മുന്നിൽ നിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ 8 നിലയിൽ പൊട്ടും എന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗ് ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തുവാൻ ആവശ്യപ്പെടും. PV അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-നൊപ്പം ഉണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. UDF പ്രവേശനം അൻവറിൻ്റെ നിലനിൽപ്പിന് ഇപ്പോൾ ആവശ്യമാണെന്നും UDF-മായി ഒരു ധാരണയായി കഴിഞ്ഞാൽ പിന്നെ പ്രഖ്യാപിച്ച TMC സ്ഥാനാർത്ഥികളെ ഉടൻ അൻവർ പിൻവലിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിൻ്റെ കേക്കച്ചൻ്റെ ഗതികേട് നോക്കിയോണേ. ഇനി ഘടകകക്ഷികൾ തീരുമാനിക്കും. അവർ പ്രഖ്യാപിച്ച ശേഷം ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കും. നിന്റെ നിലപാട് എവിടെ പോയടാ നെട്ടൂർ കേക്കച്ച? നിനക്കൊന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൂടെ? നിനക്ക് മാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ. നീ അടഞ്ഞ അധ്യായം എന്ന് പ്രഖ്യാപിച്ച അൻവറിൻ്റെ അധ്യായം ഇതാ ലീഗ് അങ്ങ് തുറന്നു UDF-ലേക്ക് എടുക്കുകയും ചെയ്തു. നിനക്ക് ശേഷിയുണ്ടോ എതിർക്കുവാൻ? അല്ല പോട്ടെ, നീ ഇത് അറിഞ്ഞായിരുന്നോ? നിലവിലെ സാഹചര്യത്തിൽ ലീഗും കൂടി കൈവിട്ടാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് തന്നെ അവർ ലീഗിനെ യാതൊരു കാരണവശാലും വെറുപ്പിക്കില്ല. അതിനുള്ള ശേഷിയില്ല എന്ന് പറയുന്നതാകും സത്യം. അതുപോലെ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഈ തമ്മേടി കൂടുന്ന കേക്കച്ചനോടും സരിതാ ഗോപാലിനോടും ആത്മസംയമനം പാലിച്ചു പോയാൽ നിനക്കൊക്കെ കൊള്ളാമെന്ന് ലീഗ് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തർക്കങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റിവെക്കണം. ലീഗ് നിരന്തരം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ് യോജിച്ച തീരുമാനങ്ങളിലേക്ക് എത്തണമെന്നും സാദിഖ് അലി തങ്ങൾ കൂട്ടിച്ചേർത്തു. UDF-ലേക്ക് വരുന്ന അൻവറെ കേക്കച്ചൻ കേക്ക് കൊടുത്ത് സ്വീകരിക്കും എന്നാണ് വിവരം. ഇന്ന് മിഷൻ 250-യുടെ 35-ാം ദിനം i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. കേക്കച്ചനെയും കേക്കച്ചൻ്റെ കൊച്ചിയിലെ സ്ഥാനാർത്ഥികളെയും അറിഞ്ഞു തോൽപ്പിക്കുക, കോൺഗ്രസിനെ രക്ഷിക്കുക. രാവിലെ രാഹുലിൻ്റെ ഒരെണ്ണം കണ്ട റൈറ്റ് പാത്തിലൂടെയാണ് യാത്ര. അതായത് കോൺഗ്രസ് MLA-മാരിലൂടെ തന്നെ പ്രഷർ വരും പുള്ളിയെ ഒരു മിനിസ്റ്റർ ആക്കാൻ. ഇനി ആർക്കും തടയാനാവാത്ത അവസ്ഥയിൽ പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരുത്തനിൽ മാത്രം. സംഗതി നശിച്ച് നാറാണക്കല്ലായിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നു, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്നു. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ സീറ്റ് മാത്രം ലക്ഷ്യം. പാർട്ടി പുല്ലാടാന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണെങ്കിൽ പോലും രാഹുൽ എന്ന് താങ്കൾ ഫോക്കസ് ചെയ്ത ആ വിഷയം കറക്റ്റ് പാത്തിലൂടെ ഓടുന്നു, അത് കറക്റ്റ് ഇതിലെത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ നാട് എറണാകുളം നശിച്ച് നാറാണക്കല്ലായി. ഇനിയും കൂടുതൽ നശിക്കത്തേ ഉള്ളൂ. അത്രമാത്രം നശിച്ച് കൂത്തഴിഞ്ഞൊരു കെട്ട സ്ഥലം. ഇതിന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അവർ ഏതായാലും അവരുടെ പെർഫോമൻസ് അവരൊരിക്കൽ തെളിയിച്ചതാണ്. വർഷങ്ങളായി ഇപ്പം കിഴക്കമ്പലം അവർ ചൊവ്വേനേരെ ഭരിക്കുന്നുമുണ്ട്. പക്ഷെ നന്ദി കേട്ടവർ അപ്പുറത്തും ഇപ്പുറത്തും കുത്തുന്നവർ. അസംബ്ലി ആകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കുത്തും. അറ്റ്ലീസ്റ്റ് ഈ കോർപ്പറേഷൻ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലേലും അവർ എറണാകുളം പൂർണ്ണമായി സാബുവിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലൊരു ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അറ്റ്ലീസ്റ്റ് ഓരോ വാർഡുകളും ഓരോ മുനിസിപ്പാലിറ്റിയും ഓരോ കോർപ്പറേഷനും അവർ ഭരിക്കുന്ന ഒരവസ്ഥ അതങ്ങ് പിന്നെ അങ്ങ് പടർന്നോളും. ഒരിടം ഒരു പ്രോപ്പറാക്കി കഴിയുമ്പോൾ പടർന്നോളും. പുള്ളി എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ചവിട്ടിക്കളയുന്ന വേസ്റ്റുകൾ ഇതിനകത്ത് വന്നാൽ ഇവിടെ സീറ്റില്ല.
ഇനിയും ഒരൊറ്റ സംഗതിയും കൂടെ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ അംഗീകരിക്കുന്നവർ, ഈ അംഗീകരിക്കുന്നവർ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിമിഷം കൊണ്ടാണ് കാര്യങ്ങൾ മാറുന്നത്. ഓരോ സ്ഥലങ്ങളിലും അവരംഗീകരിക്കുന്നത്, അതായത് പൊതു പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെയല്ല, സ്വല്പം ജീവകാരുണ്യ പ്രവർത്തനവും ഒരു മാതൃകാ ജീവിതവും ഒക്കെ ജീവിക്കുന്നവർ ഓരോ ഏറിയയിലും ഉണ്ട്. അവരെ കുത്തുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വക്രബുദ്ധികളായ അസൂയ പിടിച്ച നികൃഷ്ട ജന്തുക്കൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു കൂട്ടമുണ്ട്. അതായത് ഇന്ന ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിലെ ആളുകൾക്ക് ഒരു ചെറിയ മതിപ്പുണ്ട്. അങ്ങനെയുള്ളവർ ഇതിനകത്തോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു എന്താ അതിന് പറയുന്നത്, ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഇറങ്ങി പുള്ളിയിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എറണാകുളത്തിന് വലിയ മാറ്റങ്ങളുണ്ടാവും. ഇത്ര കുത്തഴിഞ്ഞ കെട്ട ഒരു നാട് കേരളത്തിൽ വേറൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ എനിക്ക് തോന്നുന്ന കൊല്ലമേ കാണത്തുള്ളൂ. ചെറിയൊരു പ്രതീക്ഷയുള്ളത് തദ്ദേശ ഭരണത്തിൽ സാബു എറണാകുളം ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്വസ്ഥമായി ജീവിക്കാനും തട്ടിപ്പ് നടത്തി ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ രാഹുൽ കയറി ഏതായാലും ഒരു വകുപ്പയിലും ചുവന്നേരെ കൈകാര്യം ചെയ്യുമല്ലോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഭരിക്കാൻ വയ്യാത്ത രീതിയിൽ ഹ്യൂജ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടേ മറ്റവൻ ഇറങ്ങത്തുള്ളൂ. അവൻ എത്രയോ, കാരണം അവൻ ഇനിയും അറിയാം ഒരു രക്ഷയില്ലെന്ന്. അവനെ ഒരു പട്ടിയും പിന്നെ വേറെ ആരാണ് ഉള്ളത്? അതാണ് അവരുടെ ഇപ്പോഴത്തെ പിൻബലം. വേറെ ആരാണുള്ളത്? ആരെക്കുറിച്ചൊരു നന്മ പറയാനുണ്ട്? എല്ലാം കണക്ക്. ദൈവസമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. പുള്ളി കൂടെ നിൽക്കുന്നവരെ പുള്ളി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിക്കും. പുള്ളി പോകുന്നിടത്ത് എല്ലാം ഇതുണ്ടാവും, സപ്പോർട്ടും ഉണ്ടാവും. ക്രൗഡ് മാത്രമല്ല, സപ്പോർട്ടും ഉണ്ടാവും. അങ്ങനെ പുള്ളി ആർക്കൊക്കെ വേണ്ടിക്കാൻ അത് കൂടുതലൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനേകർ പുള്ളിയെ വിളിക്കും. പുള്ളി കയറിപ്പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അവിടെ വൻ വിജയമായിരിക്കും. അതിനകം തന്നെ ഇതിനകത്ത് മുഴുവൻ പിളർപ്പൊക്കെ ആയിരിക്കും. എങ്കിൽ പോലും പുള്ളി പോകുന്ന വഴിയിലെങ്കിലും കുറേ വിജയങ്ങളുണ്ടാവും. അത് പുള്ളിയെ ഒരു മിനിസ്റ്ററാക്കി മാറ്റും. ഈ പുള്ളി എത്രമാത്രം താഴോട്ട് പോയോ അത്രമാത്രം ദൈവം പുള്ളിയെ ഉയർത്തും. ഞാൻ എന്നും സാറിൻ്റെ ചാനൽ വളരെ ഞാൻ ഹാഫ് ബ്ലൈൻഡുമാണ്, എന്നാലും കണ്ണിൻ്റെ അടുത്ത് വെച്ചിട്ടൊക്കെ വാട്സപ്പിലെടുത്ത് ശ്രമിക്കാറുമുണ്ട്, കാണാറുമുണ്ട്. വളരെ നല്ല, എത്ര പ്രയത്നിച്ചെന്നുള്ളതിന് ഒരു കയ്യും കണക്കില്ല സാർ. ഇത്രയും പ്രയത്നിച്ചു, ഒരു പ്രതിഫലം ഒന്നുമില്ല. ജനങ്ങളുടെ ആശീർവാദങ്ങളും ഇതെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്നും നിൽക്കട്ടെ സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും. ഇവന്മാരോടൊന്നും പറഞ്ഞാലും നടക്കൂല സാർ. ഇപ്പം ഇന്നലെ തന്നെ കണ്ടില്ലേ, ആ പെണ്ണിന് മാലിട്ട് ഷാളിൻ്റെ വില വളരെ കുറവാകും. ഇഷ്ടംപോലെ ഇടാനുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ടാവും. വരുന്നവർക്ക് ഇടാനും CPM ഉണ്ടാവും, വരും ഉണ്ടാവും BJPക്കാർ. അപ്പോൾ ഷാളിന് ഭയങ്കര ഡിമാൻഡാണ്, ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും ഡിമാൻഡില്ല. അപ്പോൾ ഇതും കൊണ്ട് കയ്യിൽ വെച്ച് കിടക്കുക, ആരാ വിൽക്കുന്ന ആരാ ഇടാൻ വേണ്ടിയിട്ട്. അതിന് പറ്റിയ സാറ് പറഞ്ഞാൽ മതി, ആ ഇവനുണ്ട്, എന്താണ്, അരമണക്കിങ്ങിണി കാണുമ്പോൾ തന്നെ അവനെയും രണ്ടുപേരും മുഖം കാണുമ്പോൾ തന്നെ അന്ന് ശകുനം പിടിച്ച മാതിരിയാണ്. സത്യത്തിൽ വളരെ പ്രയാസം. ഇവർക്കൊക്കെ ബുദ്ധി ഒതുക്കണം. സാറ് പറഞ്ഞ മാതിരി ഈ ബീഹാറിൽ നടന്ന മാതിരി നടന്നാലേ പറ്റൂ. അതിന് എന്നിട്ടും പഠിക്കുന്നുണ്ട്. KC ഗോപാലിൻ്റെ മുടി കംപ്ലീറ്റ് കുഴഞ്ഞ് ഇല്ല, കുറച്ച് നടുക്കൊരു വര മാത്രം കാണുന്നുള്ളൂ. കറുപ്പിച്ച് നടക്കുക. വിശബനും ബീഡിയും പിന്നെ ചെന്നിത്തലി. ഇവിടെ കോഴിക്കോടും ഉണ്ട് കുറേ എണ്ണം. സിദ്ദീഖ് KC അബു, ഇവനൊക്കെ പ്രവീൺ കുമാർ, ഇവരൊക്കെ. അതുപോലെ ഒരു വളരെ ഷാവുലിനെ പോലെ വളരെ പ്രയത്നിക്കുന്ന ഒരാളുണ്ട്. അയാളൊന്നും മുന്നിൽ നിർത്താതെ കാലങ്ങളായിട്ട് വെച്ചിരിക്കും. അതുപോലെ സാർ ഒരു മാമുക്കോയ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിൽ കൗൺസിലറായി ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അവർക്കൊന്നും. അങ്ങനെ നശിപ്പിക്കുന്ന ടീമാണ് ഇവരൊക്കെ. KC അബുവും ഇവരൊക്കെ വൈകുന്നേരം ആയാലും എല്ലാ പ്രസിഡന്റുമാരും എല്ലാം ഇരുന്ന് നല്ല ഇതും ഫ്ലാറ്റിൽ ഇരുന്നിട്ട് നല്ല അമ്മാനാടുന്ന ടീമുകളാണ് ഇവരൊക്കെ കണ്ടറിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവർക്കൊന്നും ആവശ്യമില്ല. അതാണ് മറ്റുള്ളവരെന്താ ജനങ്ങൾക്ക് വേണ്ടി സാർ എത്രത്തോളം ചെയ്യുന്നു അതിൽ വളരെ ഞാൻ എല്ലാവരോടും പറയും സാർ, കോഴിക്കോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, ഞാൻ കോയമ്പത്തൂരപ്പം ഉള്ളത്,
ഇപ്പോൾ സംസാരിക്കുന്ന കോഴിക്കോട് നിന്ന് എല്ലാവരോടും പറയും I2I ചാനൽ നിങ്ങൾ കാണുക, അതിൽ നിന്ന് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും. അത് വളരെ ഇഷ്ടപ്പെട്ട ചാനലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും വാട്സപ്പ് നോക്കിയാൽ സാറിൻ്റെതേ നോക്കാൻ ശ്രമിക്കാറുള്ളൂ. വളരെ പ്രയത്നം സാർ, വളരെ പ്രയത്നം. സാറിൻ്റെ ആ സംഭാഷണം കാര്യങ്ങളും ജനങ്ങളുടെ പ്രതികരണം, എന്നിട്ടെന്താ ഉൾപ്പില്ലാത്ത വർഗം പോലെയല്ലേ ഇവർക്കുള്ളത്? എന്തെങ്കിലും ഒരു നാണം മാനം വേണ്ടേ? ഇവർക്ക് എന്ത് എല്ലാം ആക്കി തീർത്ത അയാൾ ഗ്യാരണ്ടി വാങ്ങിന് ഞാൻ ഏതായാലും ഈ പിന്നെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന VD സതീശൻ. അതാണ് അത് നല്ലല്ലേ ഇവർക്ക് CPM മുന്നോട്ട് വെക്കാൻ നോക്കാം. അല്ലെ CPI ചെയ്യുന്ന തെറ്റുകൾ എന്നിട്ട് മറ്റേതിൽ വരുന്നു കൂടുന്നു, പിന്നെയും നന്നാകുന്നു, പിന്നെയും ഇതാകുന്നു. ഇതൊക്കെ തന്നെ അവരുടെ ഐഡിയ. അതിനൊക്കെ അവനും ചുക്കാൻ പിടിക്കുന്നുള്ള ഉറപ്പാണ്. ഏതായാലും നശിച്ചു കഴിഞ്ഞ് നോക്കാം പഞ്ചായത്ത് ഇലക്ഷൻ സാറിന്. ആ രാഹുലിനും പിന്നെ ഇട്ടപ്പോൾ ഇയാളെ ഷാഫി പറമ്പിൽ നിന്നൊന്നും കാണുന്നില്ലല്ലോ സാർ. രാഹുലിനെ തന്നെ ഇട്ടിട്ട് സാറ് ഇതാക്കുക, എവിടെ വേണമെങ്കിലും നിർത്തിക്കോളൂ, എവിടെ വേണമെങ്കിലും, എവിടെ നിർത്തിയാലും ജയിക്കുക അയാൾ. കാര്യം പറയാം സാർ, മുന്നോട്ട് പോട്ടെ സാറിൻ്റെ പ്രയത്നം. ജനങ്ങളുണ്ട് സാറിൻ്റെ കൂടെ, അത്ര തന്നെ. ഇവരെ പാർട്ടിയിലില്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഉണ്ട്, പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും പറ്റും. ഈ ചാനലുകാരെന്നെ ഈ മാതിരി കിടന്നുകൊണ്ട് കുഴഞ്ഞ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അവന്മാര് കാശ് മേടിച്ച് തിന്നുന്നതിന്റെ കൂലിയുടെ പണി ചെയ്യണ്ടേ? പിന്നെ വേണ്ടേ? അതിനായിരിക്കും ഞാൻ പറഞ്ഞ അവരുടെ മൊത്തിക്കിട്ട് അടിക്കണം. കേക്കച്ചനല്ലേ ഇതിന്റെ പിന്നിൽ? എന്ത് തോന്നുന്നു? അപ്പൊ അത് തന്നെ അത് സംശയമില്ലാത്ത കാര്യമില്ലേ. കോൺഗ്രസ് മുന്നോട്ട് വരരുത്, അത് തന്നെയാണ് അവനും വിചാരിച്ചിരിക്കുന്നത്. അവന്റെ നിലപാടും ഇത് തന്നെ. നമ്മളെ മുന്നോട്ട് നയിക്കാൻ വിടൂല്ല. ഏതായാലും എന്റെ അമ്മ ജനിച്ച കാലം തൊട്ടേ ഞാനത് തന്നെ. ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല കേട്ടോ, ഞാൻ പോകത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് അതുകൊണ്ട് മെച്ചമില്ലോ. അതുകൊണ്ട് യാതൊരു പറയാൻ ഇവിടെ എന്റെ ഈ പരിസരത്തുള്ള തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോഴുള്ള മനം അങ്ങ് ചത്തുപോകുന്നൊരു രംഗമാണ്. എനിക്ക് ശരീരം ഒന്നാമത് പ്രശ്നം, പ്രമേഹവും എല്ലാം, ഹാർട്ടിന്റെ പേഷ്യന്റും തലയ്ക്ക് ബ്ലോക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് നാക്കും കൊഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനപ്രയാസം വരും. ചില നേരത്തെ ഞാൻ അങ്ങ് നിർത്തും. എനിക്ക് കേട്ട് മടുത്ത് കഴിയുമ്പോൾ അതുപോലെയുള്ള വിഷമമുണ്ട്. എന്നുവെച്ചാൽ ഈ പരിസരവാസികൾ മൊത്തം വലതുപക്ഷത്തിന്റെ കാശും മേടിക്കുക, അടുത്ത വർഷത്തിന് വോട്ടിങ് ചെയ്യും. അങ്ങനെയുള്ള അവർക്ക് സംഭവിക്കേണ്ട വട്ടപൂജയായിട്ട് വരുള്ളൂ. എന്നാലും വട്ടപൂജ കിട്ടുള്ളൂ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളറിയാം. ഒരാൾ ഇവിടുന്ന് ഈ പരിസരത്ത് മറ്റേ ജാതിക്കാരല്ലേ, നമ്മുടെ ഒറിജിനൽ പാർട്ടിക്കാരൊന്നും പോകത്തില്ല. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.